അല്ലെങ്കിൽ അത് നന്ദികേടാവും. അച്ഛന് ഭ്രാന്ത. മരിച്ചുപോയ സുധിയുടെ ഒന്നും അനുഗ്രഹം മേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ അച്ഛൻ നോക്കുന്നത്. എന്തു പ്രശ്നം? എടി, പഴയതൊന്നും മറക്കാൻ പാടില്ല. വന്ന വഴി മറക്കാത്തവനായി ഞാൻ. ഇവനും അതുപോലെ ആവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇവന്റെ ഉള്ളിലിരിക്കുന്ന ഹൃദയം സുധിയുടേതാണെന്ന് അറിയാമല്ലോ. ഹൃദയം മാറ്റിവെച്ചപ്പോ ഇവൻ വീണ്ടും ഒരിക്കൽ കൂടി ജനിക്കുകയാ ചെയ്തത്. ആ സ്മരണ എപ്പോഴും നിനക്കുണ്ടായിരിക്കണം. ആ കടപ്പാടുണ്ടാവണം. അത് ശരിയാച്ചാ. മരിച്ച കാർന്നോന്മാരുടെ അനുഗ്രഹം എന്തായാലും നമ്മൾ വാങ്ങാറുണ്ടല്ലോ. ആ കൂട്ടത്തില് സുധിയും പെടുന്നത് നന്നായിരിക്കും. എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ അതുകൊണ്ടുണ്ടാവാൻ പോകുന്ന ദോഷങ്ങളും അനുഭവിക്കേണ്ടി വരും. ദേവിക ഇവൻ കല്യാണം കഴിക്കുന്നതേ സുധിക്ക് ഇഷ്ടമാവുമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? സുധിക്ക് അത് ഇഷ്ടമല്ലെങ്കിലോ? അനുഗ്രഹം മേടിക്കാൻ ചെല്ലുന്ന ഇവനെ സുധിയുടെ ആത്മാവ് പുറംകാലുകൊണ്ട് തൊഴിച്ചാലോ? അതും ഇവൻ അനുഭവിക്കേണ്ടി വരില്ലേ? അത് ഒറ്റയ്ക്ക്. സാരമില്ല, ഞാൻ അനുഭവിച്ചോളാം. സുധിയേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. ദേവിക ഞാൻ വിവാഹം കഴിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് സുധിയേട്ടന്റെ ആത്മാവായിരിക്കും. അച്ഛനിപ്പോ അങ്ങനെ പറയാൻ തോന്നിയത് പോലും സുധിയേട്ടൻ തോന്നിപ്പിച്ചതാണെന്നാ ഞാൻ കരുതുന്നത്. അനുഗ്രഹം വാങ്ങണം, എങ്കിലേ എന്റെ ജീവിതത്തിനൊരു നിറവുണ്ടാവുകയുള്ളൂ, പൂർണ്ണതയുണ്ടാകൂ. ശരി, ചെല്ലുമോനെ. അളേ, ഒരു നിമിഷം.